നമ്മുടെ ലൈഫിൽ പല കഠിനമായ അനുഭവങ്ങളും മറക്കാൻ കഴിയാവുന്ന അനുഗ്രഹമാണ്. പക്ഷെ അതേപോലെ തന്നെ ശാപമായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണാം അൽഷിമേഴ്സ് ബാധിച്ച ഒരുപാട് പേര്. അൽസൈമേഴ്സ്. അവരുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര മിസറബിൾ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം അവർക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റില്ല, മറവിയുള്ളതാണല്ലോ. അവരെ കൂടെ ജീവിക്കുന്നവർക്കാണ് അതിലും കൂടുതൽ എന്താ പറയുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഞാൻ എടുത്തൊരു വീഡിയോ കാണാനിടെ ഒരു US മറ്റുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് ഒരു വയോധികൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് ബെൽറ്റൊക്കെ അയച്ച് എനിക്ക് വീട്ടിൽ പോകണം, ലിൻഡ എവിടെ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പരിഭ്രാന്തനായിക്കൊണ്ട് നടക്കണം. കുറേ അങ്ങോട്ടും നടന്ന് പെട്ടെന്ന് എയറോസസ് വന്നു. എന്താ പ്രശ്നം? എനിക്ക് വീട്ടിൽ പോകണം, ലിൻഡ എവിടെ നിന്ന്? അപ്പോൾ എയറോസ് വന്ന് ഇപ്പം ഫ്ലൈറ്റ് ഇപ്പം ലാൻഡ് ചെയ്യും, നിങ്ങളവിടെ ഇരിക്കും, ലിൻഡ എവിടെ നിൽക്കും, ആരും വിൽക്കുത്തരം നൽകുന്നില്ല. അപ്പം ഇയാൾ വിളിച്ചിരിക്കുക, എനിക്ക് ഇരിക്കണ്ട, എനിക്ക് വീട്ടിൽ പോകണം എന്ന് വെച്ചാൽ ആകെ പ്രശ്നമാക്കാണ്. അപ്പോഴാണ് ടോയ്ലറ്റിൽ നിന്നും ഒരു ലേഡി ഇറങ്ങി വരുന്നത്, ലിൻഡ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മകളാണ്. അപ്പോൾ അവൾ ആകെ സീനായത് കണ്ട് നേരെ അവിടെ പോയിട്ട് ഡാഡി അവിടെ ഇരിക്കുക, നമ്മളിപ്പം വീട്ടിലെത്തുമെന്ന് പറയും. അപ്പം മകളെയും തിരിച്ചറിയുന്നില്ല, മകളെ കൈതട്ടിക്കൊണ്ട് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയണം. ഇത് കണ്ടപ്പോൾ മകൾക്കാകെ ടെൻഷനായി, എന്താ ചെയ്യേണ്ടെന്ന അവസ്ഥ. അപ്പം അവൾ ബിൽ വിത്തേഴ്സിൻ്റെ ഒരു പാട്ടുണ്ട് ലേ ഓൺ മീ എന്നിട്ട് എപ്പോഴും ചെറുപ്പത്തിൽ പാടിക്കൊണ്ടിരുന്നത്. ആ പാട്ടിങ്ങനെ 3-4 വരി പാടാണ്, കൂടെ കോ പാസഞ്ചേഴ്സിനോട് കൂടെ പാടാൻ പറയുന്നു. അതിങ്ങനെ പാടിക്കഴിഞ്ഞപ്പോൾ ഇയാൾ കേട്ടപ്പോൾ അത്രയും നേരം അഗ്രസീവായിട്ട് നടന്നുകൊണ്ടിരുന്ന ആൾ കംപ്ലീറ്റ് ട്രിഗറായിട്ട് ഡൗൺ ആവാം. പിന്നെ മകളെ കെട്ടിപ്പിടിച്ച് കാര്യം കുറേ നേരം കരഞ്ഞ് പിന്നെ ആ സീറ്റിൽ പോയിരുന്ന് തലകാഴ്ച അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ഈ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആരെയും മറക്കാതിരിക്കട്ടെ. ഞാൻ അടുത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, ജീവിക്കാം ഇന്നലകളുടെ നല്ല ഓർമ്മകളെ കൂടെ കൂട്ടിക്കൊണ്ട് നാളെയുടെ അമിതമായ ഉത്കണ്ഠകളില്ലാതെ ഇന്നിനെ നമുക്ക് ജീവിക്കാം.